ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് എ സെക്കൻഡ് ഡേ ഇൻ ഫുക്കറ്റ്. അപ്പം നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫിഫി ഐലൻഡിൽ പോകാനാണ്. അപ്പം നമ്മൾ റെഡി ആയിട്ട് കാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 9 മണിയാകുമ്പോൾ അവിടെ എത്തും. ബോട്ടിങ് ബുക്ക് ചെയ്തേക്കുന്ന ആ ടൈമിലാണ്. സോ നൗ ഇറ്റ്സ് 8 o'clock. ഏകദേശം 1 മണിക്കൂറുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് ഫിഫി ഐലൻഡിലോട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന സീ ആയത്. ഇതിന്റെ പേരെന്താന്ന് നമുക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ്, രസമാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്തി ഇത് കാണാൻ നമ്മുടെ ബോട്ടിന്റെ ടൈം. ഇതാണ് ഫുക്കറ്റിന്റെ ഓൾഡ് ടൗൺ. ഫുക്കറ്റ് ഓൾഡ് ടൗൺ ആണെന്നാണ് നമ്മുടെ ഈ ഡ്രൈവർ ഫോങ് പറഞ്ഞത്. കണ്ടാലേ പറയും അത് ഇച്ചിരി ഓൾഡ് ആണ്. Yes, and here we are ready for the and then the long arms go like a fisherman harbor, and then have inside their head ancient word. Please meeting in me at the 12:50. When I call Chuka team, hello. When I call Chuka team, please come together. Please on time. Thank you so much. ترجمة قدامي. സോ ഈ ഐലൻഡിൽ അവർ നമുക്ക് നിർത്തി തന്നു. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം അങ്ങോട്ട് നടക്കുക. വാ ഒരു കാര്യം കാണിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോണേ, നല്ല രസമാണ്. വെള്ളം കണ്ടോ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. നല്ല ഗ്രീൻ കളറിലെ വാട്ടർ. ഈ ഐലൻഡിൻ്റെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. ആൻഡ് ദിസ് ഇസ് മായ ബേ. സോ അതാണ് നമ്മുടെ ബോട്ട്. നമ്മൾ വന്ന ബോട്ട് അതാ. നമുക്കൊരു സമയം അവർ തന്നു. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഇതിനകത്ത് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. മായാബേന്ന് നമ്മൾ നേരെ ഇതാ ഈ ഒരു ഐലൻഡിലേക്ക്. നമ്മൾ ആക്ച്വലി ഇവിടെ ഇതേത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്തെത്തിയിരിക്കുക. ബ്യൂട്ടിഫുൾ. ചങ് കാവോ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാനാണ് ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചങ് കാവോ റെസ്റ്റോറൻറ്റിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടാണ് കിടക്കുന്നത്. സോ ഇതാണ് ചോങ് കാവോ റിസോർട്ട്. ചോങ് കാവോ റിസോർട്ടിലാണ് നമുക്കിപ്പോൾ ലഞ്ച് അവർ ഏർപ്പാടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാം. ഇത് കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. നമ്മൾ ഇതുപോലെ ഇവിടെ കാല് കഴുകാൻ നമുക്ക് ഇങ്ങനെ സാധനം ടബ് പോലെ ഒരു ആക്കിയിട്ടുണ്ട്. കാല് കഴുകി നമ്മുടെ ചെരുപ്പും നമ്മുടെ ബിലോങ്ങിങ്സ് എല്ലാം ഇവിടെ വെച്ചിട്ട് വേണം അതിനുള്ളിലോട്ട് പ്രവേശിക്കാൻ. നമ്മൾ ആക്ച്വലി ഇവിടെ വന്ന ദിവസം തൊട്ട് കഴിക്കുന്ന ഒരു ഡിഷാണ് പാഡ് തൈ. പാഡ് തൈ ചിക്കൻ്റെ ഉണ്ട്, ഷ്രിമ്പിൻ്റെ ഉണ്ട്. അങ്ങനെ ചിക്കനും ഷ്രിമ്പുമാണ് നമ്മൾ മെയിൻലി ട്രൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ എന്താണെന്ന് നമുക്കറിയില്ല. ഇനി അത് കഴിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ആർക്കും ഇല്ല. भी होता नहीं ला 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 ला. നമ്മുടെ ഫേമസ് കഹോന പെരയിലെ ആ ടൈറ്റിൽ സോങ് ഇവിടാന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്ത്. അത്ര ഭംഗിയായിരുന്നു ഇവിടെ കാണാൻ, നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ലഞ്ചൊക്കെ കഴിഞ്ഞ ശേഷം ഈ സീനിക് ബ്യൂട്ടിക്ക് ആസ്വദിച്ച പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോയി. അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴാണ് ഇതാ ഈ ആന്റി നമ്മുടെ ശ്രദ്ധയിലേക്ക്. യു മേഡ് ദിസ്? ഓ, ഈ ആന്റിയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, താങ്ക് യു. കണ്ടോ, പല ടൈപ്പ് ഓഫ് കളേർഡ് റൈസ്, സ്റ്റിക്കി റൈസ്. എവിടെ നോക്കി എങ്ങനെ ഇവിടെ വന്ന്? ട്രാഫിക്കിലോ?
വെള്ളത്തിന്റെ കളർ ഉണ്ടോ ശരിക്കും നല്ല നല്ല ഗ്ലാസ് വാട്ടറാ. ഗ്രീൻ കളർ. ആക്ച്വലി മാൽഡീവ്സിലെ വെള്ളമില്ലേ, മാൽഡീവ്സിലെ വെള്ളം പോലെ തന്നെയാണ് ഈ ഒരു സീ വാട്ടർ. അപ്പോൾ അവർക്ക് ഞാൻ മാൽഡീവ്സിൽ പോയിട്ടുണ്ട്, ഇല്ല പോയിട്ടില്ല. അങ്ങനെ ഓൾമോസ്റ്റ് 3 o'clock ആയി. നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം തീർന്നിരിക്കുകയാണ്. നമ്മൾ ഈ ബ്യൂട്ടിഫുൾ സ്ഥലത്തോട് വിട പറഞ്ഞ് പോവുകയാണ്. എനിക്കിഷ്ടപ്പെട്ട മാംഗോ സ്റ്റിക്കി റൈസ്, പിന്നെ കോക്കനട്ട് ഐസ്ക്രീം, ഇതെല്ലാം ഇവിടുന്ന് കിട്ടി. അങ്ങനെ 3 മണിയായി, ഞങ്ങൾ തിരിച്ചു പോവാം. ബൈ. സോ ബ്യൂട്ടിഫുൾ. How much ice cream? അവിടുന്ന് ഞങ്ങൾ നേരെ വന്നതാ ഈ ഒരു ഐലൻഡിലോട്ടാണ്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അവർ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത ഒരു ആക്ടിവിറ്റിയാണിതാ ഈ കാണുന്നത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഏത് പാട്ടാന്നോ, വെള്ളി നില അഴകോ നന്നനൻ നമ്മുടെ മറ്റേ വർണ്ണപ്പകിട്ടിനകത്തെ മോഹൻലാലും മീനയും കൂടെ ഒക്കെ ഉള്ളൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അത്. നമ്മൾ ഈ ഫിഫി ഐലൻഡിൽ വന്നത് പ്രമാണിച്ചിട്ട് മറക്കാതിരിക്കും. ഞാൻ മണ്ണ് ഇവിടുന്ന് കൊണ്ടുപോകാം. മണ്ണല്ല, മണല്. This is called mafia. മണൽ മാഫിയ. ഇവിടുന്ന് മണലെടുത്ത് സ്മഗിൾ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും ഓർമ്മയ്ക്കായിട്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് ഫിഫി ഐലൻഡ്, പിന്നെ കുറച്ച് 2-3 ഐലൻഡുകളൊക്കെ പോയി. ഒരു 1 day ട്രിപ്പ് പോലെയായിരുന്നു ബോട്ടിങ്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ സ്പോട്ടിൽ വന്ന് നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റേ ചെയ്യുന്നിടത്തോട്ട് തിരിച്ചു പോവാം. ഏകദേശം സമയം ഇപ്പോൾ 6 മണിയായി. ഇതാണ് വൈകുന്നേരത്തെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം. നമുക്ക് വൈകിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഏരിയ ഉണ്ട്. അങ്ങനെ ഈ ചേട്ടൻ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏരിയയാണിത്. നല്ല ചിക്കൻ ഫ്രൈഡും അതേപോലെ ഷ്രിംപ്, പിന്നെ ആസ് യൂഷ്വൽ മാംഗോ സ്റ്റിക്കി റൈസും നല്ല ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ ആ ഒരു എല്ലാ. ആൻഡ് അഗൈൻ വി ആർ ഹിയർ ഫോർ മാംഗോ സ്റ്റിക്കി റൈസ്. അങ്ങനെ നമ്മുടെ 6 day ട്രിപ്പ് ഇൻ തായ്ലൻഡ് ഈസ് കമ്മിങ് ടു എൻ എൻഡ്. ഇപ്പം നമ്മൾ ഫുക്കറ്റിലാണ്. ഫുക്കറ്റിൽ നിന്ന് നമ്മളിപ്പോൾ രാവിലെ 8 മണിക്ക് ഇറങ്ങി 11 മണിക്കായി ഇവിടുന്ന് ഫ്ലൈറ്റ് ടു ബാങ്കോക്ക്. അതുകൊണ്ട് ബാങ്കോക്കിൽ നിന്ന് വൈകിട്ട് 6 മണിക്ക് കൊച്ചിയിലോട്ട്. സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സ്റ്റേ ആൻഡ് ബ്യൂട്ടിഫുൾ വെക്കേഷൻ. വി എൻജോയ്ഡ് ഇറ്റ് very much. So bye bye Thailand. Radisson Blu. Bye bye Radisson Blu. We had a great time. आने मेरे दिल को क्या हो गया, अभी तो यही भी हो गया है तुझको. നമ്മൾ ഫോട്ടോ കണ്ടില്ലല്ലോ അവിടുത്തെ. ഇതാണ് കുറച്ച് ഫോട്ടോസ്. നമ്മൾ ആ ഫിഫി ഐലൻഡിലും അതിൻ്റെ പരിസരത്തും മായാബേയിലും ഒക്കെ പോയുള്ള ഫോട്ടോസായത്. അങ്ങനെ അതിമനോഹരമായ 6 ദിവസങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച തായ്ലൻഡിനോട് എന്നും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും.